അച്ഛൻ പടുവൃദ്ധനായി. കൂടെയുള്ളത് രണ്ടാൺമക്കൾ. അച്ഛനെ പരിചരിച്ച് അവർ മടുത്തു. സുഹൃത്തുക്കളെ, KKG എഫക്റ്റിൻ്റെ 139 എപ്പിസോഡിലേക്ക് സ്വാഗതം. അച്ഛൻ ഉടനെങ്ങും മരിക്കുമെന്ന് തോന്നുന്നില്ല. എന്തു ചെയ്യണം? അവർ തല പുകഞ്ഞ് ആലോചിച്ചു. ചേട്ടന് ഒരു ബുദ്ധി തോന്നി. നമുക്ക് അച്ഛനെ ഗംഗയിൽ കുളിപ്പിക്കാൻ കൊണ്ടുപോയാലോ? ഗംഗാ സ്നാനത്തിനെന്ന് കേൾക്കുമ്പോൾ അച്ഛന് സന്തോഷമാകും. അതെന്തിനാ? അനുജന് സംശയം. ഗംഗയുടെ ഒഴുക്ക് നിനക്കറിയില്ലേ? അച്ഛനെ മുക്കുമ്പോൾ നാം പതുക്കെ കൈയൊന്ന് അയച്ചാൽ മതി. അച്ഛനെ ഗംഗ കൊണ്ടുപോയിക്കോളും. ആർക്കും സംശയം തോന്നുകയുമില്ല. അനിയന് പദ്ധതി ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞു, ശരിയാ, ഗംഗയിലായതുകൊണ്ട് അച്ഛന് സ്വർഗവും കിട്ടും. ഇരുവരും അച്ഛനോട് പിറ്റേ ദിവസം ഗംഗാ സ്നാനത്തിന് പോകാമെന്ന് അറിയിച്ചു. അദ്ദേഹത്തിന് ബഹുസന്തോഷമായി. അങ്ങനെ പിറ്റേ ദിവസം കസേരയിലിരുത്തി എടുത്ത് അവർ അച്ഛനെ ഗംഗാതീരത്ത് എത്തിച്ചു. കുതിച്ചു പായുന്ന ഗംഗ. മക്കൾ കടവിൽ തന്നെയും കൊണ്ട് ഇറങ്ങാൻ വട്ടം കൂട്ടുന്നത് കണ്ട് പിതാവ് പറഞ്ഞു, ഇവിടെ വേണ്ട, കുറച്ചുകൂടി മുകളിലുള്ള കടവിൽ എന്നെ കുളിപ്പിച്ചാൽ മതി. അതെന്താ അച്ഛാ? ഒരു ഞെട്ടലോടെ മക്കൾ തിരക്കി. തങ്ങളുടെ മനസ്സിലിരിപ്പ് അച്ഛൻ അറിഞ്ഞോ എന്നൊരു ശങ്ക. മാത്രമല്ല, മുകളിൽ ഇതിൻ്റെ ഇരട്ടി ഒഴുക്കാണ്. മക്കളുടെ പരിഭ്രമിച്ച മുഖത്ത് നോക്കി പിതാവ് മെല്ലെ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛനെ അവിടെയാ അവസാനം കുളിപ്പിച്ചത്. സുഹൃത്തുക്കളെ, നാം വിതച്ചതേ നമുക്ക് കൊയ്യാനാകൂ. നാം കൊടുത്തത് സ്വീകരിക്കാനേ നമുക്ക് അർഹതയുള്ളൂ. നമ്മുടെ മക്കൾ നല്ലവരാകാൻ നാം നമ്മുടെ മാതാപിതാക്കൾക്ക് നല്ല മക്കളായി തീരണം. ബൈ ഫ്രം KKG.